സോ വെൽക്കം ബാക്ക് ആൻഡ് ദിസ് ഇസ് മീ നന്ദിക. ആൻഡ് ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതുകൊണ്ടും നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പുറത്തൊക്കെ കറങ്ങി നടന്ന് പിള്ളേരോട് കളിച്ച് ക്രിക്കറ്റ് കളിച്ചും ഫുട്ബോൾ കളിച്ചും അങ്ങനെ പുറത്തൊക്കെ പോയി കളിച്ചിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻവയൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് കുറേയൊക്കെ അറിയാം. അറിഞ്ഞുകൊണ്ടെങ്കിലും സാരമില്ല, നമുക്ക് പഠിക്കാനേ ഉള്ളൂ. ആൻഡ് ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ആ ഒരു വലിയൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് എൻവയൺമെൻറ്റൽ സയൻസ്, എൻവയൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ. ഓക്കെ, സോ എന്താണ് എൻവയൺമെൻറ്റ്? എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൊക്കേഷൻ ഓർ ദ സറൗണ്ടിങ് ഇൻ വിച്ച് എ പേഴ്സൺ ആനിമൽ ലീവ്. ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ലീവ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻഡ് ദാറ്റ്സ് കോൾഡ് എൻവയൺമെൻറ്റ്. ഇനി എന്താണ് എൻവയൺമെൻറ്റൽ ഹെൽത്ത്? എൻവയൺമെൻറ്റിലെ കുറേ ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ട്. അതാണ് എൻവയൺമെൻറ്റൽ ഹെൽത്ത്. അതായത് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ഫീൽഡ് ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ വേരിയസ് ആസ്പെക്റ്റ് ഓഫ് എൻവയൺമെൻറ്റ്, അതായത് വേരിയസ് ആസ്പെക്റ്റ് ഓഫ് എൻവയൺമെൻറ്റ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നാണ്. ആൻഡ് ദാറ്റ്സ് കോൾഡ് എൻവയൺമെൻറ്റൽ ഹെൽത്ത്. ഇനി എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്? ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 3 components, ദാറ്റ് ഇസ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ. ഫിസിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ എയറിൻ്റെ ക്വാളിറ്റി, ഹൗസിങ്, റേഡിയേഷൻ, ഇതെല്ലാമാണ് വരുന്നത്. വേറെസ് നമ്മുടെ ബയോളജിക്കലോട്ട് പോകുമ്പോഴത്തേക്കും പൊല്യൂഷൻ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് കെമിക്കൽ? ബയോളജിക്കൽ തന്നെ നമ്മൾ കെമിക്കൽ പറയുന്നുണ്ട്. ദ തേർഡ് ഈസ് ദ സൈക്കോ സോഷ്യൽ വൺ. അത് നമ്മുടെ ഒക്യുപ്പേഷണൽ ഹെൽത്താണ്. നമ്മൾ ഒരു ഭയങ്കര പൊടിയൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് പോയി ജോലി ചെയ്യുന്നത്, വിച്ച് ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസ് ആ ഹെൽത്ത്. ദാറ്റ്സ് ഇറ്റ്. ഇനി കോൺസെപ്റ്റ് ഓഫ് സേഫ് വാട്ടർ. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അത് കറക്റ്റായിട്ടുള്ള സിലബസ് ഓർഡർ വൈസിലല്ലോ പോകുന്നതെന്ന്. അല്ല, ആൻഡ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ഇങ്ങനെ കുറച്ച് പഠിച്ചു പോകുന്നത് ഇൻ എ ലോങ് റൺ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ പറയുന്ന എൻവയൺമെൻറ്റിലായിക്കോട്ടെ, ഇനി പോകുന്ന പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ടോപ്പിക് ഒന്ന് കവർ ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി വെള്ളം. എവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം കിട്ടും? 3 റീജിയനിൽ വെള്ളം കിട്ടും. ഒന്ന് മുകളിൽ നിന്ന്, ആൻഡ് ദാറ്റ് ഈസ് ത്രൂ റെയിൻ. ഇനി നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് പോണ്ട്, ലേക്ക്, റിവർ ഒക്കെ വരുന്നുണ്ട്. ഇനി സർഫസിൻ്റെ താഴെ എന്താ? അണ്ടർഗ്രൗണ്ട്. നമ്മൾ കിണർ കുത്തിയെടുക്കുന്നുണ്ട്. വെല്ല് തന്നെ പല ടൈപ്പുണ്ട്. ഓപ്പൺ വെല്ല്, സാനിറ്ററി വെല്ല്. അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഡോണ്ട് വരി. ഇനി നോക്കാം, നമുക്ക് എന്താണ് വെള്ളം നോക്കാം. വെള്ളം എന്ന് പറയുന്ന 2 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓപ്പൺ വെല്ലുണ്ട്, രണ്ടാമത്തെയാണ് സാനിറ്ററി വെല്ല്. ഈ ഓപ്പൺ വെല്ലിനകത്ത് പറയുന്നതാണ് ഡീപ്പ് വെല്ലും അതേപോലെ തന്നെ ഷാലോ വെല്ലും. ഓക്കെ, ഓപ്പൺ വെല്ലിനകത്ത് വരുന്നതാണ് ഡീപ്പ് വെല്ലും കൂടാതെ തന്നെ ഷാലോ വെല്ലും. ഷാലോ വെല്ലിൻ്റെ ഡീപ്പ് വെല്ലിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഷാലോ വെല്ലെന്ന് പറയുന്നത് ഒരു 50 ഫീറ്റ് ഡെപ്തിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൻഡ് ചാൻസസ് ഓഫ് കണ്ടാമിനേഷൻ ആർ ഹൈ. വേറസ് ഡീപ്പ് വെല്ലിനകത്ത് പറയുമ്പോൾ കണ്ടാമിനേഷൻ്റെ ചാൻസ് കുറവാണ്. ദെൻ ഈ ഷാലോ വെല്ലിനകത്ത് വാട്ടർ ടേബിളിൻ്റെ ലെവല് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഹൈ ആണ്. പക്ഷേ ഷാലോ വെല്ലിനകത്ത് നമ്മുടെ ആ ഒരു വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ് കുറച്ചും കൂടി കുറവാണ്. ഓക്കെ, ഇനി വാട്ടറിന് ടർബിഡിറ്റി ബേസ് ചെയ്ത് നമുക്ക് പറയാം. ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നോക്കി പഠിക്കാവുന്നത് സിമ്പിളാണ്. ആൻഡ് ഈ പറയുന്ന ഷാലോ വെല്ലിൻ്റെ വോളൊക്കെ എന്ന് പറയുന്നത് സ്റ്റോൺസും സിമെൻറ്റും ഒക്കെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ്, കണ്ടാമിനേഷൻ്റെ റിസ്ക് ചാൻസ് ഉണ്ട്. ദെൻ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഡെപ്ത് ആൻഡ് കോസ്റ്റ്. ഡീപ്പ് വെല്ലിനാണെങ്കിൽ കണ്ടാമിനേഷൻ്റെ റിസ്ക് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. ആൻഡ് കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. അതാണ്. പക്ഷേ അപ്പുറത്ത് വേറെ ഷാലോ വെല്ലിനകത്ത് അത്രത്തോളം കണ്ടാമിനേഷനുള്ള റിസ്ക് കുറവാണോ? ഭയങ്കര ഡീപ്പാണ്, കണ്ടാമിനേഷൻ കുറവാണ്. ഷാലോ ആണ് കണ്ടാമിനേഷൻ കൂടുതലാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി സാനിറ്ററി വെൽ എന്ന് പറയുന്നത് ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വെൽ പ്രൊട്ടക്റ്റഡ്
ഫ്രം പോസിബിൾ ലൊക്കേഷൻ ഓഫ് കണ്ടാമിനേഷൻ ടു എൻഷുർ സപ്ലൈ ഓഫ് സേഫ് വാട്ടർ. നല്ല സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന സാനിറ്ററി വെല്ല്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കേണ്ടത് ഇതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ ലൈനിങ്, പാരപ്പറ്റ്, നമ്മൾ പറയും പാരപ്പറ്റ് വെല്ലുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, ദെൻ ഹാൻഡ് പമ്പ് ഉണ്ട് എന്നൊക്കെ. The first one is the lining. The well is lined with cement ring. അല്ലെങ്കിൽ the well is covered with cement ring or other permeable membrane to the depth of at least 6 meter. ഇനി പാരപ്പറ്റ് എന്ന് പറയുന്നത് ഒരു ലോ പ്രൊട്ടക്റ്റഡ് ബാരിയർ ആണ്, എക്സ്റ്റെൻഡിങ് എബവ് ദ ഗ്രൗണ്ട് സർഫസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വോൾ. മൈക്രോ ഓർഗാനിസത്തിന് എൻട്രിയിൽ നിന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലോങ് ദ പാരപ്പറ്റ് വെൽ പ്ലാറ്റ്ഫോം വിത്ത് സിമെൻറ്റ് കോൺക്രീറ്റ് എക്സ്റ്റെൻഡ് അറ്റ് ലീസ്റ്റ് 1 centimeter above all the direction. Then drain to collect the spill and dirty water. അഴുക്ക് വെള്ളത്തിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വെക്കുന്നതാണ് ഈ ഡ്രെയിന്. അടുത്ത കവറിങ്, ഇറ്റ് ഇസ് എ ടോപ്പ് ഓഫ് ദ വാൾ വിച്ച് ഷുഡ് ബി കവേർഡ്. ഇനി ഹാൻഡ് പമ്പ്, നമ്മളിങ്ങനെ വെള്ളം വന്നാൽ തന്നെ ഒരു സാധനത്തിനകത്ത് ആക്കിയിട്ടല്ലേ വെള്ളം പുറത്തോട്ട് വരുന്നത്. ഓക്കെ, ടു ലിഫ്റ്റ് ദ വാട്ടർ ഇൻ എ ക്ലീൻ വേ, നല്ല ക്ലീൻ ആയിട്ടുള്ള വേയിൽ വാട്ടറിനെ കളക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഹാൻഡ് പമ്പ്. ദെൻ സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് ദ സാനിറ്ററി വെൽ എന്താണെന്ന്. അതിൻ്റെ ലൈനിങ് പറയണം, അതിൻ്റെ ലൈനിങ്, കവറിങ്, പാരപ്പറ്റ്, ദെൻ പ്ലാറ്റ്ഫോം, ദെൻ ഹാൻഡ് പമ്പ്. ഓക്കെ, ഇനി എന്താണ് വാട്ടർ ബോൺ ഡിസീസസ്? പല ടൈപ്പ് ഓഫ് വാട്ടർ ബോൺ ഡിസീസ് വെള്ളത്തിൽ നിന്ന് നമുക്ക് അസുഖം കോസ് ചെയ്യുന്നത്. ബാക്ടീരിയലുണ്ട്, പാരസൈറ്റിക് ഉണ്ട്, വൈറലൊക്കെ ഉണ്ട്. ബാക്ടീരിയലിനകത്ത് വരുന്നതാണ് കോളറ. എന്ത് കോസ് ചെയ്യുന്നത്? വിബ്രിയോ കോളറ കാരണമാണ് കോളറ വരുന്നത്. ദെൻ ടൈഫോയിഡ്, ഡിസെൻട്രി, ഷിഗലോസിസ് ഒക്കെ. ഇനി വൈറലിലോട്ട് പോകുന്ന സമയത്ത് ഹെപ്പറ്റൈറ്റിസ് എ, ദെൻ നോറ വൈറസ്. വെറസ് പാരസൈറ്റിക്കിലോട്ട് പോകുമ്പോഴത്തേക്കും അമീബിയാസിസും ഗിർഡീസിയാസും നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ കെമിക്കലിനകത്ത് ആർസിനിക്കോസിസ്, ഹെവി മെറ്റൽ പോയിസണിങ് ആൻഡ് നൈട്രേറ്റ് കണ്ടാമിനേഷൻ. Then comes a very important question, that is water purification system. ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഫിസിക്കലിയും ബയോളജിക്കലിയും റേഡിയോളജിക്കലി എല്ലാം നമ്മുടെ വാട്ടറിനെ പ്യുവറാക്കി വെക്കുന്നതാണ് ഫ്രം ദ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. അതായത് നമുക്കറിയാം വെള്ളത്തിന് ഒരുപാട് സോഴ്സ് ഉണ്ട്, എല്ലാ വെള്ളവും നമുക്ക് അങ്ങനെ കുടിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിന് നന്നായിട്ട് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലാർജ് സ്കെയിലും ഒന്ന് സ്മോൾ സ്കെയിലും. ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത് കുറേ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷനകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ മാത്രം പ്യൂരിഫൈ ചെയ്താൽ മതി. ഈ ലാർജ് സ്കെയിലിനകത്ത് വരുന്നതാണ് നമ്മുടെ സ്റ്റോറേജ്. അതിൻ്റെ ക്ലാസിഫിക്കേഷനോട് പറയാം. സ്റ്റോറേജ്, ദെൻ രണ്ടെണ്ണം ഉണ്ട്. ഫിൽട്രേഷനകത്ത് രണ്ടെണ്ണം ഉണ്ട്. സ്ലോ സാൻഡ് ഉണ്ട്, പിന്നെ റാപ്പിഡ് സാൻഡ് ഉണ്ട്. സ്ലോ സാൻഡ്, റാപ്പിഡ് സാൻഡ്. സ്ലോ സാൻഡ്, റാപ്പിഡ് സാൻഡ്. ഇതിന് ഡിസ്ഇൻഫെക്ഷൻ ഉണ്ട്. വേറെ സ്മോൾ സ്കെയിലോട്ട് വരുമ്പോഴത്തേക്കും ബോയിലിംഗ് പറയാം. ദെൻ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാം. ദെൻ UV റേഡിയേഷൻ ചെയ്യാം. ദെൻ നമുക്ക് തോർത്തൊക്കെ വെച്ചിട്ട് വെള്ളം അതിൻ്റെ മേളിലോട്ട് ഒഴിക്കണം. അപ്പോൾ മാക്സിമം ഡെബ്രിസ് എല്ലാം മേളിൽ അക്യുമുലേറ്റ് ചെയ്യും. ദെൻ ഡ്രെയിനിങ് വാട്ടർ ത്രൂ ക്ലോത്ത്, അതെല്ലാം ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനാണ് വരുന്നത്. ദെൻ ഈ സ്റ്റോറേജ്, എന്താ ഈ സ്റ്റോറേജ്? അതായത് നമ്മൾ ഈ പറയുന്ന വാട്ടറിനെ ഒരു വലിയ കണ്ടെയ്നറിലോ വലിയൊരു പ്ലേസിലോ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു 10 മുതൽ 14 ദിവസത്തേക്ക് നമുക്ക് വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് ഓഫ് സെഡിമെൻറ്റേഷനിലൂടെ വലിയ ലാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് സെഡിമെൻറ്റേഷൻ സംഭവിക്കും. മീൻസ് അങ്ങനെ താഴോട്ട് അടിഞ്ഞുകൂടും. ആൻഡ് ഇതിനകത്ത് 3 പ്രോസസ്സാണ് പറയുന്നത്: ഫിസിക്കല്, കെമിക്കല്, ബയോളജിക്കല്. ഫിസിക്കൽ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യും. ഏകദേശം 90% 24 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റിലാവുന്നുണ്ട്. വാട്ടർ നല്ല ക്ലിയർ ആവുകയും വാട്ടർ ഇംപ്രൂവ്സ് ടർബിഡിറ്റി ഓഫ് വാട്ടർ. നമ്മുടെ വാട്ടറിനെ ടർബിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. അടുത്തയാണ് കെമിക്കൽ. അതായത് റെഡ്യൂസ്ഡ് ഫ്രീ NH3-നെ
ഇപ്പം തന്നെ ബാക്ടീരിയ അത് ഓക്സിഡൈസ് ചെയ്യും. വെൻ ദ എയറോബിക് ബാക്ടീരിയ when the organic bacteria oxidizes, എന്താണ് റെഡ്യൂസ് ഫ്രീ NH3നെയും ആ രണ്ട് വാക്ക് വേണം, റെഡ്യൂസ് ഫ്രീ NH3 എന്നും അതേപോലെ തന്നെ എയറോബിക് ബാക്ടീരിയ ഓക്സിഡൈസസ് എന്ന ടേമും വേണം. മൂന്നാമത് പറയുന്നതാണ് ബയോളജിക്കൽ. ട്രമെൻഡസ് ആയിട്ടുള്ള ബാക്ടീരിയൽ കൗണ്ട് ഇവിടെ ഡിക്ലൈൻ ആവുന്നുണ്ട്. അടുത്തയാണ് ഫിൽട്രേഷൻ തന്നെ നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ബാക്ടീരിയൽ കൗണ്ട് ഏകദേശം 98.99% ഇവിടെ കുറയുവാണ്. സ്ലോ സാൻഡും ഉണ്ട്, റാപ്പിഡ് സാൻഡും ഉണ്ട്. സ്ലോ സാൻഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്, ചീപ്പാണ് ആൻഡ് കുറച്ച് സ്പേസ് മാത്രമേ വരുള്ളൂ. ഇതാദ്യമായിട്ട് കൊണ്ടുവന്നത് സ്കോട്ട്ലാൻഡിലാണ് കേട്ടോ. ഇനി കോൺക്രീറ്റ് മെയ്ഡ് ബേസിൻ സെലക്റ്റഡ് ഗ്രാൻഡ് സാൻഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ സ്റ്റോൺസ്. ഇത് പറയുന്നത് സ്ലോ സാൻഡിനകത്താണ്. ഇതിനകത്ത് നമുക്ക് 4 പറയുന്നുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്നതാണ് സൂപ്പർ നാറ്റൻ്റെ വാട്ടർ ബെഡ്, വെള്ളത്തിലെ വാട്ടർ ബെഡ്. അടുത്ത് പറയുന്നതാണ് സാൻഡ് ബെഡ്. ഇപ്പോൾ സൂപ്പർ നാറ്റൻ്റെ വാട്ടർ ബെഡും രണ്ടാമത്തെ ലെയറാണ് സാൻഡ് ബെഡും. മൂന്നാമത് പറയുന്നതാണ് ഡ്രെയിനേജ് സിസ്റ്റവും. നാലാമത് പറയുന്നതാണ് ഫിൽറ്റർ കൺട്രോൾ വാൽവ്. ഒന്ന് പഠിക്കുക, സൂപ്പർനാറ്റിൻ്റെ വാട്ടർ ബെഡ് പറയുക, അതിന് ശേഷം പറയുന്നതാണ് നമ്മുടെ സാധാരണ സാൻഡ് ബെഡ്, ദെൻ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് ഫിൽറ്റർ കൺട്രോൾ വാൽവ്. ഓക്കെ, സൂപ്പർനാറ്റിൻ്റെ വാട്ടർ ബെഡിൽ ഇറ്റ് ഈസ് എബവ് ദ സാൻഡ് ബെഡിൻ്റെ മുകളിലാണെന്നറിയാം. ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഹെഡ് ഓഫ് വാട്ടർ. വെയിറ്റിംഗ് പീരീഡ് 3 hours ആണ്. ദെൻ സാൻഡ് ബെഡിൻ്റെ വിത്ത് 1 meter ആണ്. ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം ഓർഗാനിക് മാറ്റർ ആൻഡ് 30 to 40 centimeter ഡെപ്ത്, കോൾഡ് വൈറ്റൽ ലെയർ ഓർ കോൾഡ് സുവോളജിക്കൽ ലെയർ or called biological layer, and this layer is slimy and the consisting of thread-like algae and which love of purification, called ripening of the filters. ജസ്റ്റ് ഈ പേര് പഠിക്കുക. സൂപ്പർനാറ്റൻ്റെ സാൻഡ് ബെഡ്, അത് നമ്മുടെ വാട്ടർ ബെഡാണ്. സൂപ്പർനാറ്റൻ്റെ വാട്ടർ ബെഡ് സാൻഡ് ബെഡിൻ്റെ തൊട്ട് മുകളിലാണെന്ന് പറയുക. ഈ സാൻഡ് ബെഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു 1 meter ഡെപ്തോളം പ്രസൻ്റ് ആണ്. ദെൻ സുവോളജിക്കൽ ലെയർ, ബയോളജിക്കൽ ലെയർ, വൈറ്റൽ ലെയർ, അതൊക്കെ ഒന്ന് ആലോചിക്കുക. ആൻഡ് ദെൻ കംസ് എ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് ഫിൽറ്റർ കൺട്രോൾ വാൽവ്. ഓക്കെ, ദെൻ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് സാൻഡ് ബെഡിൽ നിന്നുള്ള ഫിൽട്രേഷന് ശേഷം ആൻഡ് ദിസ് ഗെറ്റ് കണക്റ്റഡ് ടു ദ പൈപ്പ് ലൈന് 2.5 to 4 meter ഡെപ്ത് ആണ് ഉള്ളത്. ആൻഡ് വാൾ എന്ന് പറയുന്നത് നല്ല സ്റ്റോൺസ് കൊണ്ടും ബ്രിക്സ് കൊണ്ടും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. When last is the filter control valve. It is occupied with certain valves. അതുകൊണ്ടാണല്ലോ ഫിൽറ്റർ കൺട്രോൾ വാൽവ് എന്ന പേര് വന്നത്. And it is easy to construct, operate and water purification. Reduces bacterial count by 99.99%. Good. ഇനി ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ നെക്സ്റ്റ് കംസ് ദ റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം റാപ്പിഡാണെന്നറിയാം. ദെൻ ഇറ്റ് ഇസ് ഫസ്റ്റ് ഇൻസ്റ്റാൾ ഇൻ USA. അവിടുത്തെ അത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത് സ്കോട്ട്ലാൻഡ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തത് USA-യിലാണ്. ഇവിടെ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഗ്രാവിറ്റി ടൈപ്പും ഉണ്ട്, പ്രഷർ ടൈപ്പും ഉണ്ട്. ഗ്രാവിറ്റി ടൈപ്പ് പട്ടേഴ്സൺസ് ഫിൽറ്റർ. ഇനി ഇവിടെ പറയുന്നത് ശരിക്കും ആദ്യത്തെ ഒരു പ്രോസസ്സാണ് കൊയാഗുലേഷൻ. അതിനുശേഷമാണ് മിക്സിൻ വരുന്നത്, ഫ്ലോക്കുലേഷൻ, ദെൻ സെഡിമെൻറ്റേഷൻ, ദെൻ ഫിൽറ്റർ കൺട്രോൾ, സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ബാക്ക് വാഷിംഗ് എല്ലാം. ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നത് നിയർ റാപ്പിഡ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാഷിംഗ് ആണ്. ആൻഡ് റിവേഴ്സിങ് ദ ഫ്ലോ ഓഫ് വാട്ടർ വീണ്ടും ത്രൂ ദ സാൻഡ് ബെഡ്, ഡീലിംഗ് വിത്ത് ദ റോ വാട്ടർ ഡയറക്ട്ലി. വീണ്ടും ചെയ്യുക. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ എടുക്കുന്നുള്ളൂ ഓപ്പറേഷൻ ചെയ്യാൻ. അതായത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഈസിനെസ് നന്നായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണെങ്കിൽ പോലും പിന്നെയുള്ളൊരു ചിലവിന് വലിയ ചിലവൊന്നും പിന്നെ വരത്തില്ല. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് റാപ്പിഡായിട്ട് ചെയ്യുന്ന റാപ്പിഡ് സാൻഡ് ഫിൽറ്റേഴ്സാണ്. കൊയാഗുലേഷൻ, റാപ്പിഡ് മിക്സിംഗ്, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ ചേംബർ ആൻഡ് ഫിൽട്രേഷൻ ആൻഡ് ബാക്ക് വാഷിംഗ്. ഓക്കെ,
ഇത്രയാണ് വരുന്നത്. അടുത്തയാണ് ഡിസ്ഇൻഫെക്ഷൻ. നോക്കാം. ക്ലോറിൻ്റെ അളവ്, ക്ലോറിൻ ഡിക്രീസസ്. ക്ലോറമീൻസ് ഉപയോഗിക്കാം, പെർക്ലോറമീൻസ് ഉപയോഗിക്കാം. ഫസ്റ്റ് ചോയ്സ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ചീപ്പ് ആൻഡ് ക്വിക്ക് ഇൻ ആക്ഷൻ. ബട്ട് ക്ലോറിൻ ഇൻക്രീസസ് ഇസ് ആൻ ഇറിറ്റൻറ്റ് ടു ദ ഐ ആൻഡ് ഈവൻ പോയ്സണിങ്. ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് വെള്ളം മോശമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ക്ലോറിനേഷനാണ്. അത് എന്തുകൊണ്ടാണ്? ചീപ്പാണ്, ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് തന്നെ. പക്ഷേ അത് നമ്മുടെ കണ്ണിനും ചിലപ്പം ഇറിറ്റേഷൻ വരെ ഉണ്ടാക്കിയേക്കാം. സപ്ലിമെൻറ്റ് വിച്ച് ആൻഡ് ഈ ക്ലോറിൻ പത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ കിൽ ചെയ്യും. ആൻഡ് അയണ്, മാംഗനീസ്, എച്ച് ഇറ്റ് ഓക്സൈഡ്സ്. യൂസ് ഓഫ് ക്ലോറിൻ ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. സിമ്പിൾ ക്ലോറിനേഷൻ ഉണ്ട്, ക്ലോറമിനേഷൻ ഉണ്ട്. സിമ്പിൾ ക്ലോറിനേഷൻ ഉണ്ട്, ക്ലോറമിനേഷനും ഉണ്ട്. സ്ലോ ഡോസസ് ടു കിൽ ബാക്ടീരിയ ആൻഡ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ടൈം ഹാഫ് അവർ ആണ്. ആൻഡ് വിച്ച് കിൽസ് ഓൾമോസ്റ്റ് അറൗണ്ട് 99% ബാക്ടീരിയ. 99% ബാക്ടീരിയയും കൊല്ലുന്നുണ്ട്. സ്മോൾ എമൗണ്ട് ആണെങ്കിൽ ക്ലോറിനും പ്ലസ് അമോണിയയാണ്. ഇത് ബാക്ടീരിയ കിൽ ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ വാട്ടർ ഏത് വാട്ടറാണോ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് ആ വാട്ടർ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ടർബിഡിറ്റി. ദെൻ നമ്മളിപ്പോൾ ക്ലോറിനേഷൻ ചെയ്താൽ പോലും ചില ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയ കൊല്ലാൻ സാധിക്കുമെങ്കിൽ പോലും അതിൻ്റെ സ്പോർ, ഹെൽമിന്തിക് ഓവ അതിനെയൊന്നും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതിനൊക്കെ നല്ലൊരു ഹൈ ടെക്നോളജി തന്നെ വേണം. And minimal recommended concentration of free chlorine is 0.5 milligram per deciliter for 1 hour. ഇനി ഫ്രീ റെസിഡ്യുവൽ ക്ലോറൈഡ് പ്രൊവൈഡ് എ മാർജിൻ ഓഫ് സേഫ്റ്റി. നമുക്ക് OT ടെസ്റ്റ്, ഓർത്തോലിഡിൻ ടെസ്റ്റ് ഒക്കെ പെർഫോം ചെയ്യാം. ടെസ്റ്റ് ട്യൂബിൽ ഓർത്തോലിഡിൻ ടെസ്റ്റ് കെമിക്കൽ ടെസ്റ്റ് ഈസ് യൂസ് ടു മെഷർ റെസിഡ്യുവൽ ക്ലോറിൻ ഇൻ വാട്ടർ ബൈ ആഡിങ് ആൻ ഓർത്തോലിഡിൻ റിയേജൻറ്റ്. ഓർത്തോലിഡിൻ റിയേജൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനകത്ത് ക്ലോറിൻ്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷനകത്ത് എന്താ വരുന്നത്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, വാട്ടർ പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡ്രെയിനിങ് വാട്ടർ ത്രൂ ക്ലോത്ത്സ്, UV റേഡിയേഷൻ, ബോയിലിംഗ്. ഓക്കെ, സോ ഡ്രെയിനിങ് വാട്ടർ ത്രൂ ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഫിൽട്രേഷൻ ടെക്നിക്കാണ്. നമുക്ക് വീട്ടിൽ പോലും ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വെള്ളം വൺസ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലകത്തോട്ടാണോ നമുക്ക് ഒഴിച്ച് ഫിൽറ്റർ ചെയ്യേണ്ടത് ആ പാത്രം വെച്ചിട്ട് മുകളിലായിട്ടൊരു ക്ലോത്ത് വിരിക്കുക. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ബക്കറ്റിൽ നിന്ന് രണ്ടാമത്തെ ബക്കറ്റിലോട്ട് ഒഴിക്കുമ്പോൾ ഡെബ്രിസ് എല്ലാം മുകളിൽ പ്രസൻ്റ് ആയിട്ടുണ്ടാകും. ആൻഡ് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ പത്തോജനെ കില്ല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വലിയ വലിയ പാർട്ടിക്കിൾസിനെയൊക്കെ നമുക്കൊന്ന് തടയാനായിട്ട് പറ്റും. കാരണം കല്ലൊക്കെ എടുത്ത് വിഴുങ്ങുന്നതിനെക്കാട്ടും ഫാർ ബെറ്ററാണിത്. ബോയിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ബോയിൽ 10 to 20 minutes. നന്നായിട്ട് വെള്ളമാണെങ്കിൽ ബോയിലിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ട് മാത്രമേ നമ്മൾ കുടിക്കാനായിട്ട് പാടുള്ളൂ. വെട്ടി തിളയ്ക്കണം എന്ന് പറയുന്നത് അതാണ്. അടുത്താണ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ, അയഡിന്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ഉപയോഗിക്കാം. ദെൻ ക്ലോറിൻ സൊല്യൂഷന് ക്ലോറിൻ ടാബ്ലറ്റ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റും ഉപയോഗിക്കാം. ഓക്കെ, ഹൈപ്പോക്ലോറൈറ്റും പൊട്ടാസ്യം പെർമാംഗനേറ്റും ദെൻ ക്ലോറിൻ സൊല്യൂഷനും ഒക്കെ ക്ലോറിൻ സൊല്യൂഷന് ക്ലോറിൻ ടാബ്ലറ്റ്സ് എല്ലാം ഉപയോഗിക്കാം. ദെൻ ഫിൽട്രേഷൻ ത്രൂ സെറാമിക് വയേഴ്സ്, UV റേഡിയേഷൻ, മൾട്ടി സ്റ്റേജ് റിസർവ് ഓസ്മോസിസ് പ്യൂരിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ആൽക്കലിയുടെ അളവിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് നമ്മളൊരു നല്ലൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ ഹെഡിങ് ആണെന്ന് നമ്മളൊന്നും കൂടി പറഞ്ഞതിന് ശേഷം വിൽ വൈൻഡപ്പ് ഹിയർ. ഇതൊന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് കുറേ ഉണ്ട് വായിക്കാനായിട്ട്. ഐ ഹോപ്പ് ദാറ്റ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് ഞാൻ പറഞ്ഞതെന്ന്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും കാണുക. സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിച്ചു പോവുക. ഡോണ്ട് വെരി, പഠിക്കാവുന്നതേ ഉള്ളൂ, പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് എൻവയൺമെൻ്റ് എന്നും എന്താണ് എൻവയൺമെൻറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു, എന്താണ് വാട്ടറിൻ്റെ സോഴ്സസ് എല്ലാം, എന്താണ് ഈ പറയുന്ന കോൺസെപ്റ്റ് ഓഫ് സേഫ് വാട്ടർ, കമ്പോണൻസ് പറഞ്ഞായിരുന്നു. ദെൻ വെല്ല് തന്നെ 2 ടൈപ്പ് വെല്ലുണ്ട്. സാനിറ്ററി വെല്ലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഡീപ് വെല്ലും ഷാലോ വെല്ലും വിച്ച് കംസ് അണ്ടർ ഓപ്പൺ വെല്ലിനെ കുറിച്ച് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ടർ ബോൺ ഡിസീസസ്, അതുപോലെ ബാക്ടീരിയൽ, വൈറൽ, ദെൻ പാരസൈറ്റിക്കിനെ കുറിച്ച് പറഞ്ഞു.
ദെൻ ഫിൽട്രേഷൻ ടെക്നിക്കാണെങ്കിൽ എങ്ങനെയൊക്കെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ടെക്നിക്കാണെങ്കിൽ സ്മോൾ സ്കെയിൽ പറഞ്ഞു, ലാർജ് സ്കെയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീടുകളിൽ എങ്ങനെയാണ് പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.